ഇവിടെ ട്രഡീഷണലായിട്ട് പടം എടുക്കുന്നവരൊന്നും റിസ്ക് എടുക്കാൻ നിൽക്കത്തില്ല. ബിക്കോസ് ദേ നോ ദി ഇൻ ആൻഡ് ഔട്ട്. നല്ല പടങ്ങൾ ചെയ്യുന്നു, കൈ പൊള്ളാതിരിക്കുന്നു. ഇതാണ് നമുക്ക് ഒരു പ്രചോദനം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റോറീസ് ആയിരിക്കും, ഔട്ട്സ്റ്റാൻഡിങ് സ്ക്രിപ്റ്റ് ആയിരിക്കും. പക്ഷേ ഇഫ് ദ ഡയറക്ടർ ഹാസ് ഗിവൺ കണ്ടിന്യൂസ് ഫ്ലോപ്സ്, മൈ റെക്കമെൻഡേഷൻ ഇസ് ദാറ്റ് നെവർ അപ്രോച്ച് എ എസ്റ്റാബ്ലിഷ് പ്രൊഡക്ഷൻ ഹൗസ്. സ്ക്രിപ്റ്റ് റൈറ്റർ ഇതിനു മുമ്പ് എത്ര പടം ചെയ്തു എന്നാണ് ലാസ്റ്റ് പുള്ളി സ്ക്രിപ്റ്റ് എഴുതിയത്. ബിക്കോസ് ഇഫ് യു ഹാവ് എ 10-year ഗ്യാപ്പ് ആൻഡ് ഓൾ, ഐ വുഡ് അഷ്യൂർ യു ദാറ്റ് ദെർ വിൽ ബി റിജക്ഷൻ. അതൊരു കഴിവാണ് നോ പറയുക എന്ന് പറഞ്ഞാൽ. ജീവിതത്തിലും സിനിമയിലും ഒക്കെ നോ പറയാൻ ഒരു കഴിവാണ്. പല പ്രൊഡ്യൂസേഴ്സിനും ഒരു ഡയറക്ടർ ആവാൻ പറ്റും. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മൾ ഈ എപ്പിസോഡ് ഇപ്പം കവർ ചെയ്യുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്, അതായത് എങ്ങനെ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പ്രൊഡക്ഷൻ ഹൗസിന് സ്റ്റോറി പിച്ച് ചെയ്യുന്നതിനെക്കുറിച്ച്, ഇമെയിൽ അയക്കുന്നതിനെക്കുറിച്ച്, ഇതൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നൗ പ്രൊഡക്ഷൻ ഹൗസിൽ നിങ്ങളെ സ്റ്റോറി പറയാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. സോ സംടൈംസ്, അതായത് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കോമഡി സ്റ്റോറി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തപ്പം, നമ്മുടെ വൺ പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറയുന്നൊരു മൂവിയുണ്ട്, അത് റിലീസിന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഡയറക്ടറിന് വേണ്ടി സെക്കൻഡ് മൂവിയാണ് ഞങ്ങൾ എടുക്കുന്നത്. അതായത് ഡെബ്യൂ ഡയറക്ടേഴ്സ് ഹാവ് ടു ഡു 2 movies ഫോർ us. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കോൺട്രാക്ട് കണ്ടീഷൻസ്. ഇപ്പോൾ പുള്ളിക്കാരന് ഒരു സ്റ്റോറി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വി ഹാവ് ഓൾറെഡി ഡിസൈഡഡ് ഫോർ എ സ്റ്റോറി. പക്ഷേങ്കിൽ ഞങ്ങളത് റീലുക്ക് ചെയ്തപ്പം ആ സ്റ്റോറി ഇപ്പം തിയേറ്ററിൽ പറഞ്ഞാൽ വർക്കൗട്ട് ആവില്ല എന്ന് തോന്നി. സോ ദാറ്റ്സ് വൈ വി ചേഞ്ച് ഇറ്റ് ആൻഡ് വി വെൻറ്റ് ഇൻ ടു എ ഡിഫറെൻറ്റ് സ്റ്റോറി. എനിവേ, അപ്പം നിങ്ങൾ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ പിച്ചിങ്ങിന് വന്നു, നിങ്ങളുടെ സ്റ്റോറി അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തു. അപ്പം നിങ്ങളൊരു ഡയറക്ടറുമായിട്ടായിരിക്കും ചിലപ്പം വരുന്നത്, അല്ലെങ്കിൽ ഡയറക്ടർ പ്രൊഡക്ഷൻ ഹൗസിൽ. അപ്പം ഡയറക്ടറുമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയറക്ടേഴ്സിൻ്റെ ട്രാക്ക് റെക്കോർഡ്. ഈ പ്രൊഡക്ഷൻ ഹൗസസ്, അതായത് സ്ഥിരമായിട്ട് പടമെടുക്കുന്ന ഒരു സീരിയസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ട്രാക്ക് റെക്കോർഡ് നോക്കും. അത് ടെക്നീഷ്യൻസിനെ നോക്കും, ഡയറക്ടേഴ്സിനെ നോക്കും, എല്ലാവരുടെയും ട്രാക്ക് നോക്കും. അതായത് എത്ര പടം നിങ്ങളുടെ ഇറങ്ങിയിട്ടുണ്ട്, എത്ര പടം ഓടിയിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കും. ബിക്കോസ് നോബഡി വാണ്ട്സ് ടു ടേക്ക് റിസ്ക്. ഞാൻ പറഞ്ഞില്ലേ, റിസ്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എടുക്കുന്നത് പുതിയ പ്രൊഡ്യൂസേഴ്സാണ്. അതായത് മറ്റേ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരൊക്കെയാണ് ഈ റിസ്ക് ടേക്കേഴ്സ്. ഇവിടെ ട്രഡീഷണലായിട്ട് പടം എടുക്കുന്നവരൊന്നും റിസ്ക് എടുക്കാൻ നിൽക്കത്തില്ല. ബിക്കോസ് ദേ നോ ദി ഇൻ ആൻഡ് ഔട്ട്. സസ്റ്റൈനബിലിറ്റി, നിങ്ങൾ ചിന്തിച്ച് നോക്കുക, സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന കാര്യമുണ്ട്. സസ്റ്റൈനബിലിറ്റി മീൻസ് ഇറ്റ്സ് 10 years, 20 years, 30 years. 50 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉള്ള പ്രൊഡ്യൂസേഴ്സിനെ എനിക്കറിയാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും പല ആൾക്കാരുടെയും പേരുകൾ. 1950s, 1960s, 1970s വന്നവർ. ഇഫ് ദേ ആർ ഏബിൾ ടു സസ്റ്റൈൻ ഓൾ ദിസ് ഇയേഴ്സ്, 30 years or 50 years, that means they have did something good. Means they have done their job well. കാരണം ഞാൻ കണ്ടിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഞാൻ ഒരു ഡിക്കേഡ്, അല്ലെങ്കിൽ ഒരു പടം എടുക്കുന്നു, 2 പടം എടുക്കുന്നു, 3 പടം എടുക്കുന്നു, എക്സിറ്റ് ആവുന്നു. കാരണം ബിക്കോസ് ദ മൂവി ഡസൻറ്റ് വർക്കൗട്ട്. എന്ത് ബിസിനസ് ചെയ്താലും, എന്ത് ജോലി ചെയ്താലും, നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു സാലറി ഇൻക്രിമെൻറ്റ് കിട്ടുന്നതും പ്രൊമോഷൻ കിട്ടുന്നതുമാണ് നിങ്ങളുടെ സന്തോഷം. എന്ന് പറഞ്ഞ പോലെയാണ് ഈ പ്രൊഡ്യൂസർ, അതായത് ബിസിനസ്സിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു പടം ഓടുന്നു, നല്ല പടങ്ങൾ ചെയ്യുന്നു, കൈ പൊള്ളാതിരിക്കുന്നു. ഇതാണ് നമുക്ക് ഒരു പ്രചോദനം എന്ന് പറയുന്നത്. സോ വെൻ യു ചൂസ് എ ഡയറക്ടർ ടു വർക്ക് വിത്ത്, അതായത് സ്റ്റോറി നിങ്ങളുടെ കയ്യിലുണ്ട്, ഡയറക്ടറിനെ നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമെങ്കിൽ, മേക്ക് ഷുവർ ഗൈസ്, നിങ്ങളുടെ കയ്യിൽ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റോറീസ് ആയിരിക്കും, ഔട്ട്സ്റ്റാൻഡിങ് സ്ക്രിപ്റ്റ് ആയിരിക്കും. പക്ഷേ ഇഫ് ദ ഡയറക്ടർ ഹാസ് ഗിവൺ കണ്ടിന്യൂസ് ഫ്ലോപ്സ്, മൈ റെക്കമെൻഡേഷൻ ഇസ് ദാറ്റ് നെവർ അപ്രോച്ച് എ എസ്റ്റാബ്ലിഷ് പ്രൊഡക്ഷൻ ഹൗസ്. ഭയങ്കര ചലഞ്ചിങ് ആണ് ഈ പ്രൊഡക്ഷൻ ഹൗസസ് ചൂസ് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്ഷൻ ഹൗസസിന് പടം ഓടണം, ബിസിനസ് ആവണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. നിർബന്ധ ബുദ്ധി അവർക്ക്. അങ്ങനെയുള്ള പ്രൊഡക്ഷൻ ഹൗസസിന് ഈ ട്രാക്ക് റെക്കോർഡ്, അതായത് കണ്ടിന്യൂസ് പടം, ഞാൻ പറഞ്ഞ പോലെ 6 മൂവി ഫ്ലോപ്പായി, ഒരു ഡയറക്ടർ 6 മൂവി എടുത്തു, 6ഉം ഫ്ലോപ്പ്, ബിസിനസ്സൊന്നും നടന്നിട്ടില്ല. അത് പുറത്തുള്ളവർക്ക് അറിയത്തില്ല. അവർ സാറ്റലൈറ്റിലും മറ്റേ ഒ ടി ടിയിലൊക്കെ പടം വരും. പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം, ഒ ടി ടിയിലെ ഭൂരിപക്ഷം പടം ഷെയറാണ്. ഷെയർ എന്ന് പറഞ്ഞാൽ മാസം 25,000 രൂപ, 30,000 രൂപ. ഇവിടെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ OTT കളക്ഷൻ കിട്ടിയൊരു പടമാണ് കുംബ്ലങ്ങി നൈറ്റ്സ്. ദാറ്റ് ഗോട്ട് ദ മണി, ലോട്ട് ഓഫ് മണി. മീൻസ് അതായത് അവർക്ക് പൈസ കിട്ടി.
OTT-ലിട്ടിട്ട് ഷെയറിനിട്ടിട്ട്. ബട്ട് റെസ്റ്റ് ഓഫ് ദ ഗൈസ് ദേ ഡോണ്ട് മേക്ക് ബിഗ് മണി. ഷെയറിനൊക്കെ ഇടും 25,000 രൂപ 35,000 രൂപയൊക്കെയാണ് മാസം നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്, ഈ സാധനം OTT ഇട്ട് കഴിയുമ്പോൾ ടെലഗ്രാമിൽ വരും. സോ ആരാണ് പേ ചെയ്ത് കാണുന്നത്? സോ കമ്മിങ് ബാക്ക്, അപ്പോൾ ഡയറക്ടറിനെ നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ, അസോസിയേറ്റ് ചെയ്യാൻ ചൂസ് ചെയ്യുമ്പോൾ, യു ഹാവ് ടു ബി കെയർഫുൾ ഓൺ ദി ഡയറക്ടേഴ്സ് പ്രൊഫൈൽ. ഇതേപോലെ ഡയറക്ടേഴ്സും ചൂസ് ചെയ്യണം ഈ ആർട്ടിസ്റ്റ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പ്രൊഫൈൽ. സ്ക്രിപ്റ്റ് റൈറ്റർ ഇതിനു മുമ്പ് എത്ര പടം ചെയ്തു, എന്നാണ് ലാസ്റ്റ് പുള്ളി സ്ക്രിപ്റ്റ് എഴുതിയത്. ബിക്കോസ് ഇഫ് യു ഹാവ് എ 10-year ഗ്യാപ്പ് ആൻഡ് ഓൾ, ഐ വുഡ് അഷ്യൂർ യു ദാറ്റ് ദർ വിൽ ബി റിജക്ഷൻ. അതായത് പ്രൊഡക്ഷൻ ഹൗസ് റിജക്ട് ചെയ്യും. സോ ഇങ്ങനെയുള്ള കേസിൽ യു ഹാവ് ടു ബി കെയർഫുൾ വെയർ യു പിച്ച് ദ പ്രൊജക്റ്റ്. അതായത് നിങ്ങളുടെ ഒരു കഥയുണ്ട്, യു ആർ 100% ഷുവർ ഇറ്റ്സ് എ ഷുവർ ഷോട്ട്. നിങ്ങളുടെ ഒരു ഡയറക്ടറുണ്ട്, കുറേ പടം ഫ്ലോപ്പായി, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ 2-3 പടം ഫ്ലോപ്പായി. അങ്ങനെയുള്ള സ്റ്റേജിൽ യു ഷുഡ് അപ്രോച്ച് എ ന്യൂ പ്രൊഡ്യൂസർ. പ്രൊഡക്ഷൻ ഹൗസസിൽ പോകരുത്, അവിടെ പോയി ഇരുന്നിട്ട് റിജക്ഷൻ കേട്ട് തിരിച്ചു വരരുത്. കാരണം വർക്കൗട്ട് ആവില്ല എന്ന് തന്നെ വിചാരിക്കുക. അല്ലേ പിന്നെ ആ പ്രൊഡ്യൂസർ റിസ്ക് ടേക്കർ ആയിരിക്കണം. പ്രൊഡക്ഷൻ ഹൗസിലെ ചില പ്രൊഡ്യൂസേഴ്സ് റിസ്ക് ടേക്കേഴ്സാണ്. സം പീപ്പിൾ ഹാവ് എ ഹൈ എന്താ പറയുക, EQ ഉണ്ട്. അതായത് ഒരു കഥയുടെ സെൻസ് ഭയങ്കര ഹൈ ആണ്. ഇത് വർക്കൗട്ട് ആവും, ഇത് വർക്കൗട്ട് ആക്കിക്കാൻ പറ്റും. ഹാൻഡ് ഹോൾഡ് ചെയ്യും. ഈ ഹാൻഡ് ഹോൾഡ് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദറിംഗ് എന്നൊക്കെ കോർപ്പറേറ്റ് വേൾഡിൽ പറയും. അതായത് കൈ പിടിച്ച് ഡയറക്ടറിനെ കൊണ്ടിടുക. ആ കൈ ഡയറക്ടർ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പ്രൊഡ്യൂസർ കൈ പിടിച്ച് ഈ സാധനം എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകും. നല്ല ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി സംസാരിച്ച് ഇവിടെ. ഈ ആർട്ടിസ്റ്റ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഒരു നല്ല കഥയുണ്ട്, ഫ്ലോപ്പ് ഡയറക്ടറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലോപ്പ് റൈറ്ററാണ്, പഴയ കഥകളൊന്നും ഓടിയിട്ടില്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പല കാരണം പറഞ്ഞ് അവർ ഒഴിയും. ഇപ്പോൾ സമയമില്ല, ഞാൻ കമ്മിറ്റായി, അതാണ് ഇതാണ്. നിങ്ങളെ വേദനിപ്പിക്കാത്ത രീതിയിൽ ചിലവർ പറയും, ചിലവർ ഔട്ട്റൈറ്റ് ആയിട്ട് പറയും. ചില ആൾക്കാർ നിങ്ങളെ നടത്തിക്കും. 2-3 വർഷമൊക്കെ നടൻ്റെ പുറകെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യമില്ല, നടന് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ അത് ആ നടന് അത് നോ പറയാൻ ഉള്ള കഴിവുമില്ല. അതൊരു കഴിവാണ് നോ പറയുക എന്ന് പറഞ്ഞാൽ. ജീവിതത്തിലും സിനിമയിലും ഒക്കെ നോ പറയാൻ ഒരു കഴിവാണ്. ആ കഴിവ് നമ്മൾ അച്ചീവ് ചെയ്യണം. ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ബ്ലണ്ടായിട്ട് പറയുന്ന ആളാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ല, എനിക്കത് വർക്കൗട്ട് ആയില്ല, എനിക്ക് കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഔട്ട്റൈറ്റായിട്ട് നടത്തിക്കുന്ന പരിപാടി നാളെ ആലോചിക്കട്ടെ, വരട്ടെ, വിളിക്കാം, ഇതൊന്നും ഞാൻ പറയത്തില്ല. കഥ കേട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പം തന്നെ പറയും അവിടെ. പക്ഷേങ്കിൽ ഐ വിൽ ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് യു. മീൻസ് അതായത് നിങ്ങളെ ഡിമീൻ ചെയ്തൊന്നും ഞാൻ സംസാരിക്കില്ല, പക്ഷെ ഐ വിൽ ബി വെരി ബ്ലണ്ട് വിത്ത് യു. ഓണസ്റ്റ് ആയിരിക്കും, ഒപ്പീനിയൻസ് ഓണസ്റ്റ് ആയിട്ട് പറയും. പിന്നെ അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കെയർഫുൾ ആവുക. അപ്പോൾ അവിടെ നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ നിങ്ങളൊരു ഹിറ്റ് മേക്കർ അല്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസസിൻ്റെ അടുത്ത് പോകരുത്, പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോവുക. ചൂസ് യുവർ ഓഡിയൻസ് വൈസ്. സി റിമെമ്പർ, യു ആർ പിച്ചിങ്, യു ആർ മാർക്കറ്റിംഗ്, യു ആർ ട്രൈങ് ടു സെൽ സംതിങ്. അപ്പം പേന മേടിക്കാൻ, ഇപ്പം നിങ്ങൾ പേനയാണ് വിൽക്കാൻ ഇറങ്ങുന്നത്, പെൻസിൽ എഴുതുന്നതിൻ്റെ അടുത്ത് കൊണ്ട് പേന വിൽക്കാൻ പറ്റുമോ? ഇല്ല. സോ യു ഹാവ് ടു ചൂസ് വൈസ്ലി. അതെന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആവാതെ ചിന്തിക്കുക. ഓക്കെ, എൻ്റെ ഒരു കഥയുണ്ട്, എൻ്റെ ഒരു ഡയറക്ടറുണ്ട്, ഇതുകൊണ്ടൊക്കെ ചെയ്യാം. പിന്നെ പല സമയത്ത് ഇപ്പം ഞങ്ങൾ ഭയങ്കര ചൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പിച്ച് ചെയ്യാൻ ചെല്ലുമ്പം അനദർ ചലഞ്ച് ഇസ് ദാറ്റ് പ്രൊഡ്യൂസർ പറയും, ചില പ്രൊഡ്യൂസേഴ്സ് കൈ കടത്തും. അത് കൈ കടത്തണം, ബിക്കോസ് ഇറ്റ്സ് എ പ്രൊഡക്ഷൻ, ഇറ്റ്സ് അബൌട്ട് മണി. എൻഡ് ഓഫ് ദ ഡേ ഒരു ചൊല്ലുണ്ട്, പടം പൊട്ടിയാൽ ആദ്യം പ്രൊഡ്യൂസർ അറിയും, പടം വിജയിച്ചാൽ ആദ്യം അതറിയുന്ന ആ പടത്തിൻ്റെ ഡയറക്ടറാണ്. സോ പ്രൊഡ്യൂസർ ഈസ് ദ ഗൈ ഹു ലൂസസ് ദ മണി. അപ്പം എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് സജഷൻ പറയും. സജഷൻ, ഇന്ന സീൻ മാറ്റണം, ഇന്ന ഡയലോഗ് മാറ്റണം, ആ മറ്റേ ഏതെങ്കിലും കമ്മ്യൂണിറ്റിക്ക് എഗ്നസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡയലോഗ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം, തെറി മാറ്റണം എന്ന് പറയും. ഇപ്പം തെറി മാറ്റണം എന്ന് പറയുമ്പോൾ ചില റൈറ്റേഴ്സ് പറയും, സാറേ ഇത് യൂഷ്വലി അവർ സംസാരിക്കുന്ന തെറിയാണ്, ഇത് നോർമലാണ് തെറി. നോർമൽ ചിലപ്പോൾ ആ സാഹചര്യത്തിൽ നോർമലായിരിക്കും, പക്ഷെ തെറി പറയാതെ നിങ്ങൾക്ക് പടം പിടിക്കാം. അത് തെറി പറഞ്ഞേ പടം പിടിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും ഇല്ല. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് സജഷൻ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത ഡയറക്ടേഴ്സും തയ്യാറല്ലാത്ത സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഉണ്ട്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു കുറച്ച് വർഷം മുമ്പാണ്, ഒരു പടം വന്നു, ഒരു ഫേമസ് ഡയറക്ടറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്ത ആളാണ്. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറ്റം പറയാൻ വേണ്ടി അല്ല ഈ ചാനലിൽ ഉള്ളത്, എഡ്യൂക്കേഷൻ പർപ്പസാണ്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ വന്നു, കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാഫ് മോശമാണ്, സെക്കൻഡ് ഹാഫിൽ റയറ്റ് ഉണ്ട്, ഈ റയറ്റ് വെക്കരുത്, അതൊക്കെ പണ്ടത്തെ സാധനമാണ്, ഹിന്ദു മുസ്ലിം കലാപം, അപ്പോൾ ഇത് ഒഴിവാക്കുക, പേരൊഴിവാക്കുക.
അപ്പം പുള്ളി റൈറ്റിൻ്റെ കാര്യം പുള്ളി സമ്മതിച്ചു. പുള്ളി പേര് ഒഴിവാക്കാൻ തയ്യാറല്ല. അപ്പം എൻ്റെ അടുത്ത് ന്യായീകരിച്ചു എന്തുകൊണ്ട് ഈ പേര് ഈ കഥയുമായിട്ട് ജെല്ലായി നിൽക്കുന്നു എന്നുള്ളത്. അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞൊരു കഥയേ ഉള്ളൂ. ഈ റിസ്ക് ആൻഡ് റിവാർഡ് ഉണ്ടല്ലോ, ഈ റിസ്ക് ആൻഡ് റിവാർഡിനകത്ത് പുള്ളി ഇട്ടത് വളരെ മോശപ്പെട്ട ഒരു പേരാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, എങ്ങാനും 1% ചാൻസ് ഈ പടം പൊട്ടിയാൽ ആ മോശപ്പെട്ട പേരിൻ്റെ പേരിലായിരിക്കും പിന്നെ ഞാൻ അറിയപ്പെടുന്നത്. അതായത് ഇന്ന പടത്തിൻ്റെ പ്രൊഡ്യൂസർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു പേരാണ്, നിങ്ങളത് മറക്കില്ല. ആ പ്രൊഡ്യൂസർ ഇപ്പോൾ അറിയപ്പെടുന്ന ആ പ്രൊഡ്യൂസർ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ഇന്ന പടത്തിൻ്റെ പ്രൊഡ്യൂസർ. ആ പടം ഫ്ലോപ്പായി, തിയേറ്ററിൽ ഇറങ്ങി വമ്പൻ ഫ്ലോപ്പായിരുന്നു. ബിസിനസ് നടന്നോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേങ്കിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. ആരും ഇവിടെ നോർമൽ സാറ്റലൈറ്റ് ചാനലൊന്നും പോയില്ല, പിന്നെ OTT കൊണ്ടിടുക എന്താ ചെയ്തു, ഷെയറിനോ മറ്റോ. ഇറ്റ് വാസ് എ ഫ്ലോപ്പ്. ആ ഡയറക്ടറും അറിയപ്പെടുന്ന ഇപ്പോൾ ആ പേരില്ല. അതായത് പേര് നല്ലതെങ്കിൽ ഇപ്പോൾ സൺഡേ ഹോളിഡേ ഡയറക്ടർ അല്ലെ ഇന്ന ഡയറക്ടർ പടം പൊട്ടാതിരിക്കും ഒക്കെ ചെയ്യാം, പടം ചിലപ്പോൾ ഓടാതിരിക്കാം. പക്ഷെ എന്നാലും ഒരു പേരിനൊരു ഇതുണ്ടല്ലോ. രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനി, തിയേറ്ററിൽ അത് വർക്കൗട്ട് ആയിട്ടില്ല എന്ന് നമുക്കറിയാം. ബട്ട് ബോസ് ആൻഡ് കമ്പനി ഇസ് എ ഗുഡ് നെയിം അല്ലേ. ബോസ് ആൻഡ് കമ്പനിയുടെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് സ്റ്റിൽ വർത്ത് വൈൽ. പക്ഷെ ആ പടത്തിൻ്റെ പേര് ഞാൻ പടത്തിൻ്റെ പേര് പറയുന്നില്ല, വളരെ മോശപ്പെട്ട ഒരു പേരാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ വാഴയും ചക്കയും ഒക്കെ വെച്ചിട്ടുള്ള അതുപോലത്തെ ഒരു പേരാണ്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ നിങ്ങൾ അറ്റാക്ക് ചെയ്യും പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇത് എല്ലാം. അത് നിങ്ങൾക്കൊരു ന്യായീകരണം ഉണ്ടാവണം. അതായത് പ്രൊഡ്യൂസർ പറയും സ്ക്രിപ്റ്റിൽ ഇന്ന ചേഞ്ചസ്, എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഇഫ് യു ബിലീവ് ഇൻ ദാറ്റ് സ്ക്രിപ്റ്റ്, ഇഫ് യു ബിലീവ് ഇൻ ദാറ്റ് സാഹചര്യം, അതിനൊരു ഗീവ് ആൻഡ് ടേക്ക് മെൻറ്റാലിറ്റി ഉണ്ട്, അതായത് റെസ്പെക്റ്റ് ഉണ്ട്. പിന്നെ ചില ഡയറക്ടേഴ്സിന് അത് ചില ഡയറക്ടേഴ്സിൻ്റെ പ്രശ്നമാണത്. അതായത് പ്രൊഡ്യൂസറിനെ പുച്ഛമാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് വെറും കാശുള്ളവർ മാത്രമാണ്. ഞങ്ങൾ കലാപരമായിട്ട് വലിയ ലെവലിൽ നിൽക്കുന്ന, ഞാൻ ഇന്ന സ്കൂളിൽ പഠിച്ചാണ്, ആ സ്കൂളിലെ ടോപ്പർ ഞാനായിരുന്നു, ഞങ്ങളൊരു ആ സ്കൂളിൽ പഠിച്ചിറങ്ങിയപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ ആ ഷോർട്ട് ഫിലിമിന് 2 മില്യൺ വ്യൂസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡ്യൂസർ അറിയുന്ന പ്രൊഡ്യൂസേഴ്സ്, കഥയുടെ സെൻസുള്ള പ്രൊഡ്യൂസേഴ്സ് ഈ കഥ ചെയ്യുമ്പോൾ അവനൊരു ട്രാക്ക് ഹിസ്റ്ററി കാണുമല്ലോ, അല്ലെങ്കിൽ പുതിയൊരു സാധനം അവന് ചെയ്യാൻ വരുമ്പം ഡെഫിനറ്റായിട്ട് ആ പ്രൊഡ്യൂസറിൻ്റെ ഇൻപുട്ട് കൂടുതലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ പല പ്രൊഡ്യൂസേഴ്സിനും ഒരു ഡയറക്ടർ ആവാൻ പറ്റും. പല പ്രൊഡ്യൂസേഴ്സിനും, എനിക്കറിയാവുന്ന 1-2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് കഥാ സെൻസുമാണ്. ഇൻ ആൻഡ് ഔട്ട് ഡയറക്ഷനെ കുറിച്ച് അറിയാം, ഇൻ ആൻഡ് ഔട്ട് കോസ്റ്റ്യൂമിനെ കുറിച്ച് അറിയാം, പല മേഖലയെ കുറിച്ച് അറിയാം. ഡയറക്ടേഴ്സിന് അറിയുന്നതിനെക്കാട്ടി കൂടുതൽ പല മേഖല, ഇൻക്ലൂഡിങ് പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇൻക്ലൂഡിങ് എവിടെയാണ് അവർക്ക് ഒരു പടം പിടിക്കാം. പിന്നെ എന്തുകൊണ്ട് അവർ ഡയറക്ടർ ആവുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദെയർ പാഷൻ. എല്ലാത്തിനും ഒരു പാഷൻ വേണം. അത് അവരുടെ പാഷൻ അല്ല. അവരുടെ പാഷൻ ഇസ് ടു മേക്ക് മണി, ഗീവ് ജോബ് ടു പീപ്പിൾ, ലുക്ക് ഔട്ട് ദ നെക്സ്റ്റ് പ്രൊജക്ട്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി, ഇതിനൊരു ദൈവീകമുണ്ട്. ഇതൊരു കലയാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു കലയാണ്. പ്രൊഡ്യൂസർ ചെയ്താലും ഡയറക്ടർ ചെയ്താലും കലാപരമായിട്ടുള്ള സൃഷ്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിനകത്ത് അല്ലേ, ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാവർക്കും ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിൻ്റെ ഒരു ബാലൻസ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പം സ്ക്രിപ്റ്റ് ഡയറക്ഷൻ നിങ്ങൾ പോകുമ്പം നിങ്ങൾ ഡിസ്കഷൻ സ്റ്റേജിലേക്ക് കയറും. ഈ ഡിസ്കഷൻ സ്റ്റേജിൽ കയറുന്നത് തന്നെ നല്ലതാണ്. ബിക്കോസ് അതുവരെ നിങ്ങളുടെ പ്രൊജക്റ്റ് പ്രൊഡ്യൂസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് പ്രൊഡ്യൂസർ ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാനിത് ചെയ്യാം എന്ന് പറയുന്നത്. സോ ആ ഡിസ്കഷൻ സ്റ്റേജിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെട്ടാൽ ദർ ഇസ് സംതിങ് വിച്ച് യു ഡിഡ് റോങ് ഇൻ ദ ഡിസ്കഷൻ. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അത് നിങ്ങൾ തിരിച്ച് യെസ് ആക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോകുമ്പം ഹോംവർക്ക് ചെയ്തിട്ട് പോവുക. Because you are going to pitch a project, you are going to enter into, especially debut directors ഒക്കെ ആണെങ്കിൽ, debut script writers ഒക്കെ ആണെങ്കിൽ, you want to enter into the industry. എന്തും അംഗീകരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കലാപരമായിട്ടുള്ള മികച്ച ക്രിയേറ്റീവ് വർക്ക് പുറത്തേക്ക് വരണം. ബട്ട് there should be a balance because end of the day whatever loses, producer loses. പ്രൊഡ്യൂസറിൻ്റെ കാശാണ് പോകുന്നത്. പിന്നെ എവരിബഡി വീണ് കഴിഞ്ഞാൽ എണ്ണീക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല, എസ്പെഷ്യലി ഫ്രം എ ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവ്. സോ പുള്ളി എക്സ്ട്രാ എഫേർട്ട് ഇടും. എസ്പെഷ്യലി കഴിഞ്ഞ പടത്തിനകത്ത് ചലഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് ആ പടം വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഇതും നോക്കും. ഫ്രം എ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് സ്റ്റാൻഡ് വ്യൂ പോയിന്റ് നിങ്ങൾ പറയുന്നതായിരിക്കും ശരി, ബട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ.
at that stage it's a teamwork. See, director, producers, technical crew എല്ലാം കൂടെ വരുന്നതാണ് ടീം വർക്ക്. പിന്നെ നെക്സ്റ്റ് തിങ് ഈസ് ദ ഡയറക്ഷൻ പാർട്ട്, അതായത് ചൂസിങ് ദ ടെക്നിക്കൽ ക്രൂ പാർട്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കവർ ചെയ്യാം. ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സിനോടത്താണ് സംസാരിക്കുന്നത്, പ്രൊഡ്യൂസേഴ്സിനല്ല. പ്രൊഡ്യൂസർ ക്യാൻ ലിസൺ ടു ഇറ്റ്. ഓഫ് കോഴ്സ് യു ഗെറ്റ് നോളജ് അബൌട്ട് ഇറ്റ്, ഹൗ എ പ്രൊഡക്ഷൻ ഹൗസ് തിങ്സ്. ഇത് നിങ്ങൾക്ക് നോളജ് കിട്ടും. ബിക്കോസ് യു ക്യാൻ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഹർട്ട് പീപ്പിൾ. But you read between the lines to understand what I'm trying to tell you. Anyway, thank you very much, guys. Thank you for listening to me. Please subscribe, like, and share my videos.